ഹലോ ഗേസ്, അങ്ങനെ ഞങ്ങൾ ഇന്ന് ഒരു എന്താ പറയുക പാൽപായസം ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോ ഞാൻ പായസം ഉണ്ടാക്കാൻ പോകുമ്പോൾ എല്ലാവരും ചിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഈ പായസം ഉണ്ടാക്കുന്നത് കാണാം. ഞങ്ങൾ ഉണ്ടാക്കുന്ന പായസത്തിന് പേര് പാലട പായസം. അതിന് വേണ്ടത് 1 ലിറ്റർ പാലാണ്. പക്ഷെ ആകെയുള്ള പാൽ ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് വെള്ളം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പാൽ ആദ്യം ഇതിലേക്ക് ഒഴിക്കാൻ പോവാണ്. നമ്മളിതൊക്കെ കാണുന്നത് ഓരോ ഐറ്റംസ് ആണല്ലോ നമ്മള് ചെയ്യുമ്പോൾ. നമ്മൾ 2 പാക്കറ്റ് പാല് അതിലേക്ക് ഒഴിച്ച് ഇത് കുറച്ചു നേരം ഒരു 15 മിനിറ്റ് ഈ പാല് ഇങ്ങനെ ആക്കി വെക്കണം. അതിനുശേഷം ഞാൻ ബാക്കി പറയും. എന്താ അമ്മ പറഞ്ഞു കണ്ടിട്ട് എന്റെ മകൻ വന്നിരിക്കുകയാണ്. അപ്പോ ഇത് ഞാൻ പാലൊഴിച്ചിട്ടുള്ള ഭാഗമാണിത്. അപ്പൊ ഇതിനൊക്കെ വേണ്ടത് ഈ പാലട പായസം മിക്സ് ആണ്. ടേസ്റ്റി നിബിൾസ് എന്ന് പറഞ്ഞ കമ്പനിയാണ് ഇത്. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു കമ്പനിയാണ് ഇത്. നമ്മൾ നെസ്റ്റോന്ന് കിട്ടിയതാണ്. അപ്പൊ ഇതാണ് ഇനി ഇതിൽ ചേർക്കേണ്ടത്. ഇതിലെല്ലാ ചേരുവകളും ഇതിലുണ്ട്. ഇത് പാലട പായസം മിക്സ് ഞാനിത് പതച്ചതിന് ശേഷം ഒഴിക്കുന്നതാണ്. അതിനു വേണ്ട ടേസ്റ്റ് കൂടാൻ നെയ്യുണ്ട്, പിന്നെ മിൽക്ക് മെയ്ഡ് ഉണ്ട്, പിന്നെ അണ്ടിപ്പരിപ്പ് ആകെ 4 ഉള്ളൂ. അപ്പൊ തൽക്കാലം അത് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, എല്ലാരും പൊപ്പൊളി കാണണേ. ഞങ്ങള് പായസം ഉണ്ടാക്കുക പറഞ്ഞോടുക്ക്. എല്ലാവർക്കും വേണോ ചോദിച്ചു. ഈ കുടിച്ചോ ചോദിച്ചു. അപ്പൊ ഞങ്ങള് ഇതിലേക്ക് ഒഴിക്കാൻ പോവുകയാണ്. പാലട വയ്ക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അതിലേക്ക് ഇത് ഇടാൻ പോവുകയാണ്. ഇത് ഇടുമ്പോ മീഡിയം ഫ്ലേവറിലാണ് ഇത് വെക്കേണ്ടത്. ഫ്ലേവറല്ല, ഫ്ലേവില് അതല്ലേ നമുക്കറിയില്ലല്ലോ. നമ്മളെ രീതിയിലുള്ളൊരു ഭാഷ ഉണ്ടാകും. അപ്പൊ ഇതിലേക്ക് ഞാൻ മെല്ലെ മെല്ലെ എനിക്കറിയുന്ന രീതിയിലാണ് കേട്ടോ ചെയ്യുന്നത്. പായസം എന്തോ ആവുമെന്ന് എനിക്കറിയില്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യുന്നുണ്ടെന്നാണ് എന്റെ ഒരു നിഗമനം. അപ്പൊ ഇത് ഫുള്ളും ഇങ്ങനെ ഇളക്കുക. 15 മിനിറ്റ് ഇളക്കണം കേട്ടോ. എന്നെ സഹായിക്കാനെന്ന് പറഞ്ഞിട്ട് 2 പേരും ഉണ്ട്. എന്റെ വൈഫും എന്റെ കുഞ്ഞുണ്ട്. വലിയ ഗുണം ഇങ്ങനെ എന്താ പറയാ വെറുതെ വന്ന് നിൽക്കും. പായസം റെഡിയായി കുറിഞ്ഞു വന്നിട്ടുണ്ട്. ഏകദേശം പായസം റെഡി ആയിട്ടുണ്ട്. കണ്ടെങ്കിൽ നല്ല പുകയൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. ഏകദേശം 15 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് കുറച്ച് ടേസ്റ്റ് വേണ്ടി നമ്മൾ മിൽക്ക് മെയ്ഡ് ഒഴിക്കണേ. കുറച്ച് ഒഴിച്ചാൽ മതി, ഒരുപാടൊന്നും ഒഴിക്കണം. ഇതിൽ ഓൾറെഡി മധുരം ഉണ്ട്. അപ്പൊ ഇങ്ങനെ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ തന്നെ ഇതിന് ടേസ്റ്റ് വരും കേട്ടോ. മിൽക്ക് മെയ്ഡ് കാച്ചത്ത്. അപ്പൊ നമ്മള് പറഞ്ഞ പാലട പായസം റെഡിയായി. പാലട പായസം റെഡി ആയിട്ടുണ്ട്. ഏകദേശം റെഡി ആയിട്ടുണ്ട്. പായസം റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ എന്നും പറയുന്ന പോലെ ഇതൊക്കെ കാണണമെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പൊപ്പൊളി ഫാമിലി, പൊപ്പൊളി ഫാമിലി, പൊപ്പൊളി പൊപ്പൊളി ഫാമിലി. പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇവിടെ അടുക്കളത്തെ പരിപാടി കഴിഞ്ഞാൽ നമ്മള് പായസം കുടിച്ച് ഇവര് ടേസ്റ്റ് പറയണം. പായസം വെട്ടിയിട്ട് അല്ല, വാഴ വെട്ടിയിട്ട് വരാള് എന്താ പറയാ, വൈഫ് ഇന്ന് എന്തോ നല്ല മൂടാണ് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ പായസം ഇതാ കഴിഞ്ഞ് ഞങ്ങൾ പായസം ടേസ്റ്റ് നോക്കാൻ പോവാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഈ പറഞ്ഞ പായസം ഞാനും എന്റെ മോനും വൈഫും കൂടി നോക്കാൻ പോവാണ്. അപ്പൊ പായസം ഞങ്ങൾ ഇലയിലേക്ക് വിളമ്പാൻ പോവാണ്. ഇലയിലേക്ക് എന്തൊരു ടേസ്റ്റോ. കിളമ്പത്ത് തന്നെ കഴിക്കാൻ തോന്നുന്നതാണ്. കണ്ടാ പായസം കഴിച്ചോണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ കഴിഞ്ഞു. അപ്പൊ പായസത്തിന്റെ അഭിപ്രായം സൂപ്പർ, അടിപൊളി പായസം, അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്ത വീഡിയോ ഇതിനേക്കാൾ നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ വരും കേട്ടോ. ഞങ്ങൾ നല്ല വീഡിയോ. അപ്പൊ ഇതൊക്കെ പറയണമെങ്കിൽ കാണണമെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പൊപ്പൊളി ഫാമിലി.